നമ്മളിപ്പോൾ നിൽക്കുന്നത് മിസ് കുമാരിയമ്മയുടെ വീട്ടിലാണ്. മിസ് കുമാരിയമ്മ പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണ്. ഇവിടെ ഒരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്ന നേരത്തെ. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ മിസ് കുമാരിയമ്മയുടെ ഇളയ ആങ്ങള ബേബിച്ചേട്ടനുണ്ട്. സിനിമ പിന്നെ ഒരു അനൗൺസ് ചെയ്യുമ്പോഴേ ആ കഥ ഇപ്പോൾ മുട്ടത്ത് വർഗിയുടെ പാടാത്ത പെങ്കിളിയാണെങ്കിൽ ആ നോവലിവിടെ കൊണ്ടുവരും. ഞങ്ങളെല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് വായിക്കും. കഥയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു തരുന്നത് അല്ലേ? അപ്പോൾ ഒരു സിനിമയായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. എനിക്കൊരു 3 വയസ്സുള്ളപ്പം എൻ്റെ പെങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. ആദ്യകാലങ്ങളിലൊക്കെ എന്നെ സിനിമ ഷൂട്ടിങ് കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പം ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറഞ്ഞൊരു സിനിമ മെല്ലാൻ സ്റ്റുഡിയോയിൽ വെച്ചെടുക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ അവധിക്കാലമായതുകൊണ്ട് ഒരു 1-2 മാസം ആ ഷൂട്ടിങ് കാണാനും പ്രേം നസീർ, തികൃഷ് സാറ്, പ്രേം നവാസ് ഇവരെയൊക്കെ കാണാനും അഭിനയം കാണാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. ഞാനത് പോയി കാണുകയും ചെയ്തു. മിസ് കുമാരിയമ്മ ലാസ്റ്റ് അഭിനയിച്ച പടങ്ങൾ ഏതൊക്കെയാണ്? അത് പിന്നെ പി സുബ്രഹ്മണ്യത്തിൻ്റെ സ്നാപകയോഹനൻ. അതുകൊണ്ട് അത് കഴിഞ്ഞ് വിവാഹിതയായി. പിന്നെ 3 ആൺമക്കളുണ്ട്. അല്ല, ഈ ലാസ്റ്റ് അഭിനയിച്ച പടങ്ങൾ ഏതൊക്കെയാണ്? അത് കഴിഞ്ഞിട്ട് വിവാഹത്തിന് ശേഷം അരക്കില്ലം എന്ന് പറഞ്ഞൊരു പടം. അരക്കില്ലം. അതിനു മുമ്പ് പിന്നെ സത്യൻ സാറിൻ്റെ കൂടെ സുശീല, പിന്നെ പാടാത്ത പൈങ്കിളി, മറിയക്കുട്ടി, അങ്ങനെ കുറേ നല്ല ക്രിസ്ത്യൻ പടങ്ങളിൽ അഭിനയിച്ചു. മിസ് കുമാരിയമ്മ സിനിമാ താരമാകുന്നതിന് മുമ്പ് അവർ ഒരു നല്ല അധ്യാപിക കൂടിയായിരുന്നു. ഈ അധ്യാപികയുടെ പ്രിയപ്പെട്ട ശിഷ്യ നമ്മുടെ കൂടെയുണ്ട്. മിസ് കുമാരി ത്രസ്യാമൻ ടീച്ചർ എന്നെ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. സെക്കൻഡ് 7ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ കോൺവെൻറ്റ് വക സ്കൂളിൽ പഠിപ്പിച്ചു. സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ അവിടെയാണ് പഠിച്ചത്. അവിടെ നിന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ സെക്കൻഡിൽ ചെന്നിയായിരുന്നു. അതായത് 7ാം സ്റ്റാൻഡേർഡ്. ടീച്ചർ ഇംഗ്ലീഷാണ് പഠിപ്പിച്ചിരുന്നത്, നോൺ ഡീറ്റെയിൽ, അതായത് സെക്കൻഡ് പേപ്പർ. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്ഷനൊക്കെ ഞങ്ങൾക്ക് എഴുതിച്ചിരുന്നു, പകർത്ത് എഴുതി. അപ്പോൾ ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള നിലയിൽ എനിക്കൊരു സ്വാൻ പേന അന്ന് അവർ സമ്മാനമായിട്ട് നേരിട്ട് സമ്മാനിച്ചു. വിവാഹ ജീവിതം കഴിഞ്ഞ് 3 കുട്ടികളുണ്ടായി, 3 ആൺകുട്ടികൾ. വിവാഹ ജീവിതത്തോടനുബന്ധിച്ച് 3 കുട്ടികളുണ്ടായി. അദ്ദേഹം ഇവിടെ FICTയിൽ എഞ്ചിനീയർ ആയിരുന്നു. ഹൊർമിസ് എന്നാണ് പേര്. മക്കളുടെ പേര് എന്തൊക്കെയാണ്? മക്കളുടെ ജോണി, ബാബു, തങ്കു.